തൊപ്പിയുടെ മുൻ കാമുകിയും ലല്ലു ഇബിയുടെ മുൻ ഭാര്യയുമായ ഫസ്മീന ജാക്കിറിനെ കുറിച്ചിട്ട് മെഹനാസിൻ്റെ മുൻ ഭാര്യയും ഇപ്പോൾ ഇബിയുടെ ഭാര്യയാവാൻ പോകുന്ന സഫ ഒരു മഹത്തായ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നമ്മൾ കേട്ടുവരാം. മോളെ ഫസ്മീന ജക്കീറെ, നിന്റെ സ്റ്റോറിയിൽ പോളിനകത്ത് ഞാൻ ഓട്ട് ഓക്കെ, അതെനിക്ക് പേടി ഉണ്ടായത് കൊണ്ടൊന്നല്ല, അതെന്റെ ഇഷ്ടം. എന്ത് പോളിൽ യെസ് ഓർ നോയിൽ എന്ത് ഇടണം എന്ന് എന്റെ ഇഷ്ടം. ഓക്കെ, പിന്നെ നീ പറഞ്ഞോ ഞാൻ പൈസ വാങ്ങി എന്നുള്ളത്, അതെന്റെ കൂട്ടുകാരന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. എന്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ട് പറഞ്ഞ് ചോദിപ്പിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നീ ചാറ്റ് ഇടാവുന്നത് നിനക്ക് എത്ര വേണേലും നിനക്ക് ചാറ്റ് ഇടായാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മോളുടെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ ഇട്ടെങ്കിൽ പിന്നെ വീട്ടുകാരത് ചോദിക്കാനൊന്നും ഇല്ലല്ലോ. പറഞ്ഞ പോലെ എല്ലാരെയും വിട്ട് മാറി നിൽക്കുകയാണല്ലോ സിസ്റ്റേഴ്സ് രണ്ടാളും കൂടി. ഓക്കെ, ആണുങ്ങളെല്ലാരും രക്ഷപ്പെട്ടു, അത്ര എനിക്ക് പറയാനുണ്ട്. നിന്റെ ഈ ലാസ്റ്റത്തെ ഒരു എന്നുള്ള സംഭവമില്ലേ, അത് എന്തിൻ്റെയാന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ നിന്റെ വീഡിയോനകത്ത് ഞാൻ കമന്റ് ഇടുമ്പോൾ നീ കമന്റ് ഡിലീറ്റ് ആക്കുന്നു. നീയും പറഞ്ഞു സഫയുടെ കമന്റ് ഇട്ടെങ്കിൽ വാനിഷ് മോഡാണെന്ന്. അപ്പൊ നിന്റെ എന്ത് മോഡാണ് മോളെ? 2 കമന്റ് ഇട്ട് 2 കാണാനില്ല. ഞാൻ ഇപ്പോഴും 2 കമന്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതുണ്ടോ വാനിഷ് മോഡിൽ പോയോന്ന് എനിക്ക് അറിയത്തില്ല, നോക്കട്ടെ. അപ്പൊ മോള് പേടിച്ചിട്ടാണോ വാനിഷ് മോഡ് ഓണാക്കുന്നത്? സഫാക്ക് ഫസ്മീനാനെ കുറിച്ച് പറയാനുള്ള അർഹതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സഫ എന്തിനാണ് മെഹനാസിനെ വിട്ട് ഇബിയുടെ കൂടെ പോയത്? അതായത് ഫസ്മീനയുടെ മുൻ ഭർത്താവിൻ്റെ കൂടെ എന്തിനാണ് പോയത്? അത് തെറ്റല്ലേ? തെറ്റായ രീതിയല്ലേ? എന്നിട്ട് എന്തിനാണ് നീ ഫസ്മീനാനെ കുറ്റം പറയുന്നത്? അത് ശരിയായ രീതിയല്ല സഫയുടേത്. സഫ തിരികെ മെഹനാസിൻ്റെ കൂടെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റമദാൻ മാസത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല, നല്ല രീതിയല്ല. നീ ഡ്രാമ കളിക്കുന്നതാണോ, ലൈവിൽ വന്ന് കള്ളം പറയുന്നതാണോ, ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് സഫയോട് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ മെഹനാസിൻ്റെ കൂടെ സഫ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, കുഞ്ഞിൻ്റെ ഭാവിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഫസ്മീനയുടെ കാര്യത്തിൽ എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ പറയും ഫസ്മീനയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ നിങ്ങളുടെ ഭാവിയിൽ നല്ലതുണ്ടാവും. ഓക്കെ.